ഹലോ കൂട്ടുകാരെ, ഗാദു ജാനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഈവനിങ് വ്ളോഗൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാദക്കുട്ടിയൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ പിന്നെ ജാനിയും അവളും കൂടെ കളിക്കും. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കാം. ജാനി തന്നെയാണെങ്കിൽ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈവനിങ് വ്ളോഗൊക്കെ എടുക്കുന്നത്. അപ്പം ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കടലയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഗാദുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ നേരമായി. ഇന്ന് ഗാദു ഇച്ചിരി ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ വരുന്നുണ്ട്. വണ്ടിയുടെ ഒച്ച കേട്ടിട്ട് ഞാൻ ഇറങ്ങി ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഗാദക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടായുടെ ചോറും ഉണ്ടായി പാത്രമാണ് കേട്ടോ അവൾ എൻ്റെ കയ്യിൽ ആദ്യം തന്നത്. അപ്പോൾ അതിന് ശേഷം അവൾ പറഞ്ഞു അവൾക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ചോറും കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ പലഹാരങ്ങളെക്കാളിലൊക്കെ ഇഷ്ടം ചോറും കറികളൊക്കെയാണ്. അങ്ങനെ അവൾക്ക് ആ ചട്ടിയിലേക്ക് തന്നെ ചോറൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. അവൾക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അതായത് ആ ചോറ് ഇരുന്ന പാത്രവും ചേട്ടയുടെ ചോറും പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് കഴുകി അടുക്കി പറക്കി വെക്കുന്നുണ്ടേ. അപ്പോൾ അതിന് ശേഷം അവൾ എന്നോട് കുറച്ച് കാപ്പി ഇട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ജാനിക്കുട്ടി ഉറക്കമായിരുന്നു. അപ്പോൾ ജാനിക്കുട്ടി എഴുന്നേക്കാറായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും വേണ്ടിയിട്ട് കാപ്പിയൊക്കെ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ കാപ്പിയൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ജാനിക്കുട്ടി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും കാപ്പിയൊക്കെ ഒന്ന് ആറിയിരിക്കും. അപ്പോൾ അവൾക്ക് കുടിക്കാനും എളുപ്പമായിരിക്കും. അതുകൊണ്ട് അവൾക്കൂടെ വേണ്ടിയിട്ടാണ് കാപ്പിയൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണുന്നൊക്കെ ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് തേങ്ങാച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് വെക്കണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മടിയായിരുന്നു. ഇന്നങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അരിയൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് ഞാനതൊന്ന് നന്നായിട്ട് അരച്ച് ആ അരിയിലേക്കൊന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു തേങ്ങ അരച്ച് അരിയിലേക്കൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടോ, കഴിച്ചിട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഞാൻ അരച്ച തേങ്ങയും പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ടേ. നമ്മുടെ ചോറ് വേകാൻ വേണ്ടിയിട്ട് ഉള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് ഒരു വിസിലടിക്കുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു വിസിലടിച്ചൊരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മളതൊന്ന് വെയിറ്റൊക്കെ ഒന്ന് പൊക്കി വെക്കണം. അല്ലെങ്കിൽ അത് കഞ്ഞിപ്പരുവായി പോകും കേട്ടോ. അതിന് ശേഷം നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് മുട്ടയൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. കഴുകിയെടുത്ത് ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം മുട്ടക്കറി വെക്കാനായിട്ട് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി അരിഞ്ഞൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ട ഒരു സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മുട്ട പുഴുങ്ങാൻ വെച്ചതിൽ കുറച്ച് ഓയിലൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ടേ. മുട്ടയൊന്ന് പൊട്ടിപ്പോവാതിരിക്കാനായിട്ട്. അതൊരു ടിപ്പാണേ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതിന് ശേഷം ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്ന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനതൊരു വലയിലേക്ക് ചോറൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മുട്ടക്കറി വെക്കാനായിട്ട് ഒരു കുക്കർ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ പെരിഞ്ചീരകവും കടുവൊക്കെ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കുക്കറിലാണ് കേട്ടോ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ഗ്യാസൊക്കെ പെട്ടെന്ന് ലാഭിക്കാൻ പറ്റും കേട്ടോ. അതായത് ഇങ്ങനത്തെ ചെറിയ കുക്കറൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കറിയൊക്കെ അതിൽ വെച്ചാൽ മതി. അതിനുശേഷം മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ ഗരം മസാല എല്ലാം കൂടി ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ജാനിക്കുട്ടി വഴക്കുണ്ടാക്കിയപ്പോൾ ഒരു ഓറഞ്ചൊക്കെയാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കാഷ്നട്ട്, കിസ്മിസ്, പിന്നെ കടല, പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞത് അതൊക്കെ ഒന്ന് നമ്മുടെ റൈസ് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ ഒന്ന് വെക്കുന്നുണ്ട്. നമ്മുടെ കിസ്മിസൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അതിലൊക്കെ പൊടിയും ചെളിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഓറഞ്ച് ഗാദ പൊളിച്ചുകൊണ്ട് തന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇടയ്ക്ക് കഴിക്കുന്നുണ്ടേ.
അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി സൈഡിൽ വെച്ചിട്ട് നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ തണുപ്പാണ്, അതുകൊണ്ട് എണ്ണയൊക്കെ നല്ല ഉറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എത്ര ഉരുക്കിയാലും അതൊന്ന് സെറ്റായി പതിയെ വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പം പൊതുവേ ഈ മാസം ഡിസംബർ വരെ നല്ല തണുപ്പായിരിക്കും എല്ലായിടത്തും. അങ്ങനെ കാഷ്നട്ടും കിസ്മിസും നമ്മുടെ കടലയൊക്കെ ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കടുകൊക്കെ വറുത്ത് നമ്മൾ നമ്മുടെ വെള്ളം പോകാൻ വെച്ചിരിക്കുന്ന ചോറെടുത്ത് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറിയും റെഡിയായിട്ടുണ്ട്, ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോറ് ഉണ്ണാനായിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത്. കഴിച്ചിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം, പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാനൊക്കെ കേട്ടോ. ചേട്ടായിയും ഗാതും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് എനിക്കിഷ്ടമാണ്. അവർ എന്തെങ്കിലും മോശമാണെങ്കിൽ അവർ പറയും, ഇന്നത് ശരിയായില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ പൊളിച്ച് നമ്മൾ കറിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈകിട്ടത്തെ ഭക്ഷണം ഇതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.